ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഒരുത്തം കടന്ന് മോങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ. ഇന്ന് രാത്രി 7 മണിക്കാണ്. പക്ഷേ എനിക്കത് കാണാൻ കഴിയത്തില്ല. നമുക്കൊരു യാത്ര ഉണ്ട്, പുറത്തുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം ആര് കപ്പടിക്കും എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് അനുമോൾ കപ്പടിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ രാത്രി ലൈറ്റ് ഫോൺ അടിച്ചിരിക്കുക കേട്ടോ. പിന്നെ നമുക്കൊന്ന് റെഡിയായി പുറത്തു പോകാണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന ടൈമിൽ നമുക്ക് കാണാം എപ്പിസോഡ് ലൈവ്. ഞങ്ങളൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ മന്തി ഹൗസിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി മന്തി കട്ടാന്ന് വിചാരിച്ചിരിക്കണം. എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. അവൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പോൾ അവൾ വീട്ടിലത് കൊണ്ടാക്കണം. ഫുഡ് കഴിക്കാൻ കയറി. ഇന്ന് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ ഇവിടെ എന്താ പറയുക, നല്ല അടിപൊളി മന്തി ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ അത്രയ്ക്കും പോരായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചങ്ങനെ നേരെ പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇപ്പൊ കൃത്യം 7 മണി ആയിട്ടുണ്ട്. അപ്പൊ എൻ്റെ മൈൻഡിൽ ഫുൾ ഇതാണ്, ആര് കപ്പടിക്കും, അനുമോൾക്ക് കിട്ടുമോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ അനുമോൾക്കെതിരെ ഉണ്ടായ ഹൗസിനകത്ത് ഉണ്ടായ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വിഷമിച്ചു അല്ലേ. ബിഗ് ബോസ് താരങ്ങൾ ആര് കപ്പടിക്കും? ഷാനവാസ് പോയി. ഷാനവാസ് പൊട്ടേ എല്ലാം കൂടൂല. ഹോട്ട്സ്റ്റാറാണൊക്കെ ഇനിയിപ്പോ ആരാള്ള അന്വേഷണം. അപ്പൊ കുറച്ച് സമയം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു. ഉമ്മാന്റെ ഫോണിൽ ലൈവ് കണ്ടു. പിന്നെ നേരെ തിരിച്ച് പോന്നു നമ്മളെ വീട്ടിലേക്ക്. കുറച്ച് സമയമായി. പിന്നെന്താണ്, അപ്പം ഉമ്മ ഷാനവാസ്കയുടെ ഫാനായിരുന്നു കേട്ടോ. പക്ഷെ ആള് 3ാം സ്ഥാനത്തെത്തി. പിന്നെ നമ്മളിതാ വണ്ടിയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിരിച്ചപ്പോൾ നീ ചിരിക്കരുത്. ആണോ? അന്റെ മൂഞ്ചി കാണാൻ കൊതിയാണ്. Because please stop.